നീ നിന്റെ വിചാരം എന്താ? ഞാൻ മാലിം ചുരുട്ടി നിന്റെ പുറകെ വരുന്നോ? തെക്കോട്ട് നോക്കിയിരുന്നോ? ചേ അന്ന് ഞാൻ വയ്യാതെ ഒരു ഐ ലവ് യു പറഞ്ഞായിരുന്നേ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലേ ദർശനെ. നാട്ടുകാരൊക്കെ അറിഞ്ഞ കേട്ടോ. ഇതിപ്പോ ഞാൻ നിന്റെ നല്ലതായ അപ്പൊ എന്തായാലും കണ്ണാപ്പിക്ക് പെണ്ണ് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ എന്റെ ആണിനെ വിളിച്ചോണ്ട് വരാം. അപ്പൊ ശരി. ലോറ എവിടെ? ലോറയുടെ വരുമൊന്നുമില്ല കേട്ടോ. അവള് പറ്റിയ സീരിയസ് ആയിട്ട് ഇടുന്നു തോന്നുന്നു. എടാ അവളെ ഏതെങ്കിലും ഒരുത്തരെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പോവേ ഞാൻ തകർന്നു നോക്കേട്ടാ. അതിനിപ്പോ എന്താണ്? നിനക്കറിയാലോ എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല ഈ സിറ്റിയിലെന്ന്. എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാവേ. ഞാൻ ഇച്ചിരി കാണുന്ന ഈ കരിപ്പ് ഇതൊക്കെ ഉള്ളു. ഞാൻ ഭയങ്കര സെന്റിയൊക്കെയാ. ഇച്ചിരി വിഷമമൊക്കെ ആവുന്ന ആളാ എൻ്റെ അടുത്ത്. നമ്മള് എവിടാ സ്ഥലത്ത് എത്തിയിട്ട് പറയാം. അതെ അപ്പ മറ്റേ മായാവി ഇല്ലേടാ, മായാവി നീ ആരെ കുറിച്ചാടാ പറയുന്നത് അണ്ണാപ്പിയെ? നിന്നെ കുറിച്ച്. പിന്നെ ആരെ കുറിച്ചാടാ? എടാ ലോറേനെ വിളിച്ചു കേട്ടോ, ഫോൺ എടുക്കുന്നില്ല. പോടാ. ബ്ലോക്ക് വല്ലതും ചെയ്തിട്ടോടാ. എടാ എന്താടാ വിളിച്ചിട്ട് കിട്ടാത്തെ? അവളെ കൊറേ ആടാ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. ടെൻഷൻ ആവുന്നതാ. ഈ ഡ്രസ്സൊന്ന് മാറി അടിച്ചു വിടാനായിട്ട് ഈ ഡ്രസ്സാണ്. ലോറ മതി ലോറ, ഇത്രയൊക്കെ എന്നെ അവോയ്ഡ് ചെയ്ത് മതി. ഇനി ആയിക്കഴിഞ്ഞാൽ എനിക്ക് വിഷമാവേ ശരിക്കും. ലോറ ഞാൻ ഇനി കരയുന്നേം കൂടെ കാണുവേ. ആ പെണ്ണ് അവള് വിളിച്ചില്ല എനിക്കങ്ങ് മൈരാണല്ലോ. അവളെന്താടാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ആ അവള് വേറെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്തോണ്ടിരിക്കുവാണ്. അവളുടെ കട്ട് ചെയ്തടാ. ഇല്ല എന്തോ ഇതാവുന്നില്ല, കോള് കണക്ട് ആവുന്നില്ല. മൂത്തിരുത്ത് ബാക്കില്. അവളുടെ നമ്പർ പറഞ്ഞ അവളുടെ നമ്പർ പറഞ്ഞ അവനൊക്കെ പറ്റില്ലേ. 91303675. അവളെ പറയാൻ പോലും ഒരു ടൈം തരുന്നടാ. അതിന് മുമ്പേ കട്ട് ചെയ്യുന്നടാ. കൊറേ പൈസ പോവില്ലടാ. അടി എന്നെ എടാ അളിയനെ വിളിച്ചു നോക്കടാ. പാവട ശോകമായി കാണില്ലേ. അളിയനെ വിളി, പോവാൻ കണ്ടുപിടിക്കാം നമുക്ക്. അളിയനും വളിയനൊന്നും ഇല്ല. രണ്ടളിയന്മാരും ഇല്ല. നീ വണ്ടി വിളിച്ചാടാ. ഞാനിപ്പോ അണ്ണാപ്പി വീട്ടിൽ ചെറിയൊരു പ്രശ്നം, കള്ളം കയറി. മിനിഞ്ഞാൻ എന്റെ കയറിയാടാ. ഞാനും ഇറങ്ങി സ്ട്രീമൊക്കെ ഇട്ടിട്ട് ഓടിപ്പോയായിരുന്നു.
മെച്ച പറയുന്നവന്മാരെല്ലാം തന്തയില്ലാത്തവന്മാർ. ഞാൻ ചാറ്റ് നോക്കുന്നില്ല, ഞാൻ ചാറ്റ് എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ സൂപ്പർ ചാറ്റിന്റെ സെക്ഷൻ മാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും എനിക്ക് കാണത്തില്ല. പെട്ടെന്ന് ഡോമാരൊന്ന് വരണം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, ഞാനായിട്ട് ഉണ്ടാക്കി ചീത്തപ്പേര് ഞാനായിട്ട് തീർക്കാൻ പോവാ. വരുന്നില്ലേ? ഹലോ, വരുന്നില്ലേ? അണ്ണാ വിഷമിക്കല്ലേടാ അളിയാ. ഹലോ, എനിക്ക് ഇവനിങ്ങനെ കണ്ണാപ്പി ആദ്യമായിട്ടാണ് ഇങ്ങനെ വിഷമിച്ചിട്ട് ഞാൻ കാണുന്നത്. കണ്ണാപ്പിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയുടെ പെൺപിള്ളേരല്ലേ ഇങ്ങനെയാ? പെൺപിള്ളേരൊന്നും നമ്പരുത്. ഇതുകൊണ്ടാ എടാ എടാ ജൂടെ എന്നൊന്ന് പുറത്തിറക്കി, ഞാൻ ഇറങ്ങിക്കറാം. എന്നാ ലോളാവായിരിക്കും. എങ്ങോട്ട് പോന്നടാ? ഇറങ്ങിക്കറ നീ കണ്ടോടൊപ്പം. കൂടെ വോൾട്ടറുണ്ടോ? നീ എവിടെ പോണേ?
കണ്ണാ ഇരി. അളി എന്തിനാളി നീ ഇങ്ങനെ വിഷമിക്കുന്നേ? ആർക്ക് വിഷമം? ആർക്ക് പോയി? വിഷമമില്ലേ? പോയപ്പോ ആർക്ക് പോയി? അവൾക്ക് പോയി. കണ്ണാപ്പി ഹലോ ഹലോ സാർ. താലി ഞാന അയ്യോ അയ്യോ കണ്ണാപ്പി കണ്ടത് കണ്ണാപ്പി കണ്ടത് കണ്ണാപ്പി കണ്ടത് കണ്ണാപ്പി എന്റെ പൊന്നെ ഞാനിതൊന്ന് കണ്ടിട്ട് അയ്യോ, ഞങ്ങളൊക്കെ എങ്ങനെ കാണേ? അയ്യോ ഇനി എന്നാ പറ്റാനാടോ? അയ്യോ കണ്ണാപ്പി കണ്ണാപ്പി ഒന്ന് വിടോ കണ്ണാപ്പി ഒന്ന് വിടോ ഞാൻ സംസാരിക്കാം ഓക്കെ ഓക്കെ സാറേ ഇതാ ഈ വരുന്ന പയ്യനോട് അങ്ങ് പോകാൻ പറഞ്ഞേ കണ്ണാ കണ്ണാപ്പി ഇതൊരു ഫേക്ക് മാരേജ് ആണെന്നാണ് ഞാൻ ഇവിടെ അന്വേഷിച്ചപ്പോ അറിഞ്ഞത്. സാറേ സാർ ഹെൽപ്പ് ചെയ്യോ? ഇത് ഫേക്കാണെങ്കിൽ ഒറിജിനൽ അവളുടെ ഫ്രണ്ടിൽ വെച്ച് സാറിന് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് തരാം. സാറേ ഒരു കംപ്ലൈന്റ് വേണ്ട. സാറേ അവളുടെ ഫ്രണ്ടിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ സാറിന്? എന്നിട്ട് നിനക്ക് അതിന്റെ പേര് വള്ളി പിടിക്കാല്ലേ? ഇല്ല അല്ല സാറേ. പിന്നെ എന്തോ അത്രയും ഗതിയിട്ടിരിക്കണോ സാറേ? ഞാൻ വള്ളി പിടിക്കണ പീരീഡാ സാറേ. ഒന്നുമില്ല, ഞാൻ അവിടെ ചെന്ന് 2 മാസത്തിലും വെള്ളം അടിച്ചോണ്ട് 2 മാസത്തിലും ഇറക്കും. ആ ഗ്യാപ്പിൽ സാറിനെ അറസ്റ്റ് ചെയ്തോണ്ട് കൊണ്ടുപോകണം. ഒന്നും ചെയ്യണ്ട, മറ്റേ കല്യാണ സമയത്തെ മറ്റേ പുള്ളിക്കാരനെ കൊന്നാ മതി. ഞാൻ അറസ്റ്റ് ചെയ്തോളാം. എങ്ങനെയുണ്ട്? നീ പറഞ്ഞു നീ അത് പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് നീ അത് പറഞ്ഞു കൊടുക്കേട്ടാ. അവന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് അപ്പു. അവന്റെ പേര് അപ്പു കിഴങ്ങനോ? എന്തോ അപ്പു കേക്ക്. അപ്പു കേക്ക്. ഐഡിയ എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ചെയ്താ ഞാൻ വന്ന് അറസ്റ്റ് ചെയ്തോളാം. ഞാൻ സ്റ്റേജിൽ കിടന്ന് 2 വിളിച്ചെന്നെ പൊണ്ണയാക്കി. മുഖം പൊത്തി 2 അടി കൊടുത്താൽ അല്ല സാറേ, ആ കേസ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യണോ സാറേ? അത് മോശമല്ലേ? നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് അറസ്റ്റ് ചെയ്താൽ പോരെ സാറേ? കല്യാണം കൂടാ. ഞങ്ങളുടെ ഇടവും വലയായിട്ട് ഞങ്ങൾ നിൽക്കാം. സാർ ഞാൻ ഒരു കാര്യം പറയട്ടെ സാർ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്റെ കല്യാണത്തിന് അല്ലെ എന്നെ കൈ പിടിച്ചു കൊടുക്കേണ്ട ശരിക്കും പറഞ്ഞാൽ കൈ പിടിച്ചു കൊടുക്കുന്ന ഡാഡിയാണ് സാർ. എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാർ. പ്ലീസ് അവൻ എന്റെ കല്യാണം കാണണം. എന്നിട്ടാണ് അവനെ മറ്റേ സാറേ ആ വിലങ്ങ് വെച്ചോ സാറേ? ആ വിലങ്ങ് വെച്ചോ? ഇവിടെ സാറേ എനിക്കൊരു കാര്യം പറയട്ടെ. സാറിങ് വന്നേ. എനിക്കൊരു കാര്യം പറയട്ടെ. കുട്ടിയായ മോനെ സിജുച്ചിയാണോടാ? സിജുച്ചിയാണോ ഇത്? സുഖാണോടാ? ഓ നീ എന്ത് വിഷമിക്കേ? അയ്യോ പുലിയോ? കണ്ടോ ഐശ്വര്യ റായ് അല്ലേ നീ? അത് വിട്. എനിക്ക് ലോറേറ്റും കുറച്ച് ഇതുണ്ട്. സാത്താനായിട്ട് ബ്രേക്കപ്പ് ആക്കിയോണ്ട് എനിക്ക് ലോറേറ്റ് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കല്യാണം നൈസായിട്ടൊന്ന് മുടക്കണം. അത് പറ്റില്ല. സാധാരണ പ്രശ്നത്തിൽ ഞാൻ മുടക്കൂല. എല്ലാം മുടക്കാനാണ് മുടക്കത്തില്ല. എന്താ കണ്ണാപ്പി എന്താ കൽഗി ഡ്രാക്കുളെ അല്ല ഡ്രാക്കുള ഡ്രാഗണെ എല്ലാരും വന്നേ. ഇന്ന് വന്നേ. നിന്റെ ഭാര്യ അല്ലേ? നീ ജില്ല സിനിമ കണ്ടിട്ടില്ല? ജില്ല സിനിമ. അതിന്റെ അകത്ത് വിജയ് തങ്കച്ചിയുടെ കല്യാണത്തിൽ സൈഡിൽ വന്നിരിക്കുമ്പോഴേ മറ്റേ പറയത്തില്ലേ, മറ്റേ സമൂഹ സദ്യക്ക് വിജയ് സദ്യ കഴിക്കുമ്പോ ഒരു സീനില്ലേ, ആ ബീജമൊക്കെ വന്നിട്ട് അതുപോലെ നീ അവരോട് നീ ഇത്രയുള്ളൂ. ഈ കല്യാണത്തിൽ മുൻകൈ എടുത്ത് നിർത്തേണ്ട അവനായിരുന്നു. അവൻതോ കണ്ടോ സാധാരണക്കാരെ പോലെ സൈഡിൽ പോയിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്തോട്ട് ഒരു മറ്റേ ബീജിയം ബീജിയം ആയിട്ട് ജില്ല സൈഡ്. നീ ജില്ല സിനിമ കണ്ടിട്ടില്ലേ? ജില്ല സിനിമ കണ്ടിട്ടില്ല? ജില്ല സിനിമ കണ്ടിട്ടുണ്ട്. ഇത് പറയുന്നതെന്ന് എനിക്ക് ഓർമ്മ പോലും ഇല്ല. എടാ അത് ഏതായിരുന്നു സാർ?
ആദർശ് ഇൻസ്റ്റാൾമെന്റ് മന്ദാര മോനെ ആ കല്യാണം എടാ, കല്യാണം മന്ദാരം മന്ദാരം സദ്യയൊക്കെ മന്ദാരം പറഞ്ഞത് മന്ദാരം അതെ, അതെ. എടാ, ഇതെന്താടാ ആർമർ അല്ല മറ്റേ എഴുത്ത് നേരത്തേന് ഒന്നും കൂടി ഉള്ളു. എന്തൊക്കെ കണ്ണാപ്പി വേറെ കൈ പിടിച്ചു കൊടുക്കുക കണ്ണാപ്പി കൈ പിടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. ഒന്ന് ഡ്രോപ്പ് ചെയ്യേ. ആർക്കാ കൊടുത്ത്? ഒന്ന് കല്യാണം തുടങ്ങുന്നതിന് മുമ്പേ ബോബയും കൂടെ പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യണേ. കിട്ടിയില്ലേ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ കുട്ടി ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. ഈ പാഴ്മണ്ണ് പൊന്നാക്കിയ ദൈവപുത്രൻ. അല്ലടാ മന്ദാരേ, ഞാൻ ഈ അന്വേഷിച്ചപ്പോഴേ കണ്ണാപ്പിയുടെ ഗേൾ ഫ്രണ്ട് അല്ലേ കൊച്ച് കണ്ണാ? അടിച്ച് തിരികെ സാറേ, സാറെന്നുള്ള റെസ്പെക്ട് പോലും തരുന്നില്ലേ? കണ്ണാപ്പി അങ്ങനാണ് ഇവിടെ നാട്ടുമൊത്തം പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? പരന്ന് സംഭവം അങ്ങനാണ്. നിങ്ങളുടെ ഒരു ബാബു എന്ന് പറയുന്ന ഒരു പുള്ളിയില്ലേ, പുള്ളിയുണ്ട് സിറ്റിയില്? പുള്ളിയില്ല. പുള്ളിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ഞാനിങ്ങനെ മേടിച്ചു വെച്ചിട്ട് കുറെ നാളായി, കുറെ കാലമായി. പുള്ളി പക്ഷെ കാണുന്നില്ല. കണ്ണാപ്പി ഇത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മന്ദാരം ആരുടെ സൈഡാണോ? പെങ്കുച്ചിന്റെ സൈഡാണോ കണ്ണാപ്പിയുടെ സൈഡാണോ? ഞാൻ എപ്പോഴും എന്റെ സൈഡാ സാറേ. അത്ര എഴുത്ത് ഡ്രോപ്പ് ആക്കിയതാ. കണ്ണാ ആ എന്തെറ്റി സന്തോഷില്ലല്ലോ മുഖത്ത്? നിനക്ക് ദർശനില്ലേ? കുട്ടി അവനെ അല്ല, ഈ കല്യാണം കുഴപ്പമില്ല, നടത്തേണ്ടത്. കുഴപ്പമില്ല. ഞാൻ അവനിപ്പം സാധാരണക്കാര് മുതുക്കിൽ നിന്ന് കണ്ട അണ്ണാമണികള് പറഞ്ഞു കേട്ടിട്ട് വരേണ്ട അവസ്ഥയില്ലേ? അല്ല, ഞാനവനെ സ്പെഷ്യൽ ആയിട്ട് വിളിച്ചല്ലോ. വിളിച്ചോ കണ്ണാപ്പി? ആ കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയാം, ഒരാളെ മാനസികമായി തളർത്തിയതിന്റെ പേരിൽ നമുക്കൊരു കേസ് എടുക്കാൻ വേണമെങ്കിൽ. എന്ത് പാട്ടാണ് ഇതൊക്കെ? സാർ സാർ അതിന് ആർക്കും ഇവിടെ വിഷമം? മാനസികമായിട്ട് ആരാ തകർന്നേ? ഇത് കഴിയുമ്പോ കണ്ണാപ്പിയുടെ ദർശനയുടെ കല്യാണം ഉണ്ട്. കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറയാം, ഈ എന്നെ ഓർത്ത് വിഷമിക്കുന്ന കണ്ണാപ്പി? നിനക്ക് വിഷമുണ്ടാ? ഇല്ല, കണ്ണാപ്പി എന്റെ കൂടെ വരണം, ചെക്കന് പുറകെ നീയാ നിക്കണ്ടേ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇവനെ ട്രീറ്റ് ചെയ്തത്. ഇവൻ ശരിക്കും വന്ന് മെയിൻ ആയിട്ട് നിൽക്കേണ്ട ആളായിരുന്നില്ലേ? നാലാളറിഞ്ഞാണോ ഞാൻ ഈ കല്യാണം അറിഞ്ഞത്? അല്ല, വേറൊരു കാര്യമുണ്ട്. അങ്ങനെയാണെ കണ്ണാപ്പിയോട് നേരത്തെ പറഞ്ഞ കണ്ണാപ്പി വല്ല കോട്ട് തൂക്കിട്ട് വന്നത്. കണ്ണാപ്പി പറഞ്ഞോ ദർശൻ എന്നെ പ്രപ്പോസ് ചെയ്ത് നിങ്ങൾ ഇഷ്ടത്തിലായപ്പോ കണ്ണാപ്പി എന്നോട് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എന്നോട് പറയണ്ടായിരുന്നു? അതെന്താ കണ്ണാപ്പി എന്നോട് പറയുന്നില്ലേ? രവിശങ്കർ അവൻ പറഞ്ഞിട്ടോ ഞാൻ ഇവിടെ കല്യാണം നിനക്കറിയാവോ? മുതുകിന്ന് രവിശങ്കരൻ പറഞ്ഞിട്ടോ ഞാൻ ഇവിടെ കല്യാണം പറഞ്ഞത്. കണ്ണാപ്പി ഞാൻ ചോദിച്ചതിന് പറ, നീ ദർശന ഇഷ്ടത്തിലായപ്പോ എന്നോട് പറഞ്ഞ നീയല്ലേ പറഞ്ഞ? നിങ്ങൾ പ്രപ്പോസ് ചെയ്തപ്പോഴും നിങ്ങൾ ബേബി ആയപ്പോഴും അവളില്ലാണ്ട് എന്നോട് ഒന്നും ഇട്ടിട്ട് വരാൻ പോലും പറ്റാതിരുന്നപ്പോ നീ എന്നോട് പറഞ്ഞു. ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണം, ഞാൻ പ്രപ്പോസ് ചെയ്യില്ല. ആ പിന്നെ നീയല്ലേ പറഞ്ഞ അവളില്ലാണ്ട് വരാൻ പറ്റത്തില്ല? അന്ന് നീ പറയണ്ട. മകനോ നീ മകനോ നീ പാട്ട് കണ്ണാപ്പിക്ക് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ടൊക്കെ പഠിക്കാം. ലോറ ചേച്ചി അവിടെ കല്യാണ എന്ന് വിളിച്ചെന്റെ മൊണ്ണയാക്കി മുഹൂർത്ത സമയായി. കണ്ണാപ്പി വാ, ചെക്കൻ്റെ കൂടെ നീ നിൽക്കണ്ടേ? ചേട്ടാ, ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിച്ച് പറഞ്ഞേക്കണം. നമുക്ക് കല്യാണ സമയം കണ്ടിട്ട് വരാം. അതെ മോബി മറ്റേ ഇമോട്ടിട്ട് ഇട്ടിട്ട് ഹൈറ്റ് കൂട്ടോ കയറാൻ പറ്റില്ല, അങ്ങനെ കയറാൻ പറ്റും. ഊമപ്പയ്യന് ഉരിയാടാ പെണ്ണാണത്. നീ ഇവിടെ ഇവിടെ നിന്നോ? ഈ പയ്യൻ ഊമയാന്ന്. അതെ ചേട്ടാ, ഊമയാണ്. നീ കെട്ടിടത്തിന്റെ മണ്ടയ്ക്ക് പെയിന്റ് അടിക്കാനെന്ന് പറഞ്ഞെടുത്തു 250 ചോദിച്ചില്ലടാ. അല്ലല്ല, ഇവൻ ഊമ ചേട്ടാ, മിണ്ടൂല.
കാരണം ഇവള് തന്തയ്ക്ക് കളിക്കുമ്പോ കേട്ടേക്കാൻ എടുത്തേനെ, അതാണ് സംഭവം. കുഴപ്പമില്ല. ചേട്ടന്റെ സ്ഥാനത്ത് നിന്നോ. കല്യാണ പെണ്ണെ നിന്നോ കല്യാണം കഴിക്കാം. സമയം മുഹൂർത്ത സമയം. അപ്പൊ ഞാൻ കാര്യം ചെയ്തിട്ടുള്ള ഇവിടെ ഒരു അട്ടിപ്പരിപ്പ് നടക്കുന്നുണ്ടായിരുന്നു മോനെ. അതായത് എന്റെ മോനെ ശിശു കണ്ണാ എനിക്കൊന്ന് സംസാരിക്കണം. എടുക്കാൻ വേണം. കണ്ണാ കണ്ണാ നീ എന്താ ഇപ്പൊ എന്നോട് മിണ്ടാത്തൊന്ന് വന്നേ. തക്കടു ഞാൻ ആലോചിച്ചപ്പോ ഇതൊന്നും ഓർമ്മ ഉണ്ടായില്ലല്ലോ കുട്ടി. കണ്ണാപ്പി എനിക്ക് ഇപ്പോഴും ഇവള് ഇഷ്ടമുണ്ടോ എനിക്ക്? പോയതാ കേട്ടോ കണ്ണാ കല്യാണം കഴിഞ്ഞാ പിന്നെ പോയതാ. കണ്ണാ ഇങ്ങോട്ട് വാ. നീ എന്തോന്ന് മിണ്ടാണ്ട് മാറിയിരിക്കുന്നേ. ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെയല്ല എക്സ്പെക്ട് ചെയ്തത്. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, എല്ലാം ഭംഗിയല്ല. പക്ഷെ നീ കണ്ണാ എന്താ കല്യാണം ഉറച്ചാ? എന്റെ പൊന്നു സാർ ഇവന് വിട്ടു തരാ. ഞങ്ങൾ ഇതൊന്ന് തീർത്തോട്ടെ, കൊറേ നേരമായി. ലോറയുടെ കല്യാണം ഡോമിന്റെ അകത്തോട്ട് വരാം. ഡോമിന്റെ അകത്ത് നമ്മുടെ അനിയന്മാരാണ് അല്ലേ മന്ദാരം? കണ്ണാപ്പി അളിയാ. അതെ ലോറ അളിയ ഈ സമയത്ത് പറയാൻ പറ്റാന്ന് എനിക്ക് അറിഞ്ഞോളൂ അളിയ. ഹലോ ഓടാ കൂട്ടണേ. അവളുടെ കല്യാണാണ്. എനിക്ക് കരഞ്ഞു വീഴാൻ നിക്കണ്ട. 2 10 ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങിയ ബാക്കിയൊക്കെ നമുക്ക് മഞ്ഞോടത്ത് വെച്ച് നോക്കാം. എടാ അവന് പ്രശ്നമില്ലാന്ന് പറയുന്ന പോയി. അവള് അവള് വിചാരിച്ചു ഞാനങ്ങ് എന്തോ വിഷമിച്ചൊക്കെ തകർന്നു പോകുന്നതാണ് അവളുടെ വിചാരം. അവള് ഇവന് ശരിക്കും ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിഞ്ഞാ പിന്നെ അതങ്ങ് പോയി പോയി. കുഴപ്പമില്ല 2 ദിവസം കഴിയുമ്പോ അങ്ങ് മാറിക്കോളൂ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് നമ്മള് വിട്ടിരുന്നു. നിങ്ങളോട് ആരാ പറഞ്ഞേ? ചേട്ടന്മാർ 2 ആൾ അപ്പുറം മാറി നിക്കോ. കല്യാണം കഴിച്ചു കൊടുത്തോട്ടെ. തൊപ്പിട്ട് ചേട്ടാ കണ്ണാ ഒരു കുറവുണ്ടായിരുന്നു. ശരി ശരി പോലീസ് അയ്യോ കണ്ണന് ദർശനം ഇഷ്ടത്തില്ല, അതറിഞ്ഞൂടാ. ഹലോ ദൈവമേ. ഈ ചെറുക്കനൊന്ന് സെറ്റാക്കി തരുമോ? കണ്ണാ എന്ത് നീ ഇങ്ങനെ മിണ്ടാണ്ട് മാറി കിടക്കണേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അത് നടക്കട്ടെ ലോറ. നല്ല എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇവിടെ മാറിയിരിക്കാം. ഞാൻ എന്തിനാ അവിടെ? അങ്ങനെയാണ് കണ്ണാ നമ്മൾ ഇത്രയും നാള് ചെറുക്കനാരാണ്? ചെറുക്കൻ അത് അവിടെ ഉണ്ട് എവിടെ? അവിടെ ആളെ കാണിച്ചു അവിടെ പയ്യൻ മിണ്ടത്തില്ല കേട്ടോ, ഊമയാ. ഏതാ പയ്യൻ? ആ കൈ കെട്ടിയിരിക്കണവനാണോ? അതന്നെ ഇന്നലെ പെയിന്റ് പിടിക്കാൻ അവരല്ലടാ വന്നത്. പിന്നെ വേണ്ടട്ടാ. പക്ഷെ കണ്ണന് മുന്നിൽ നിന്ന് അർത്ഥം വന്നില്ലല്ലോ. നീ ദർശനം വേണമായിരുന്നു. എന്റെ ദർശന ഞാൻ എല്ലാം കണ്ടോണ്ടിരിക്കാണ്. അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. കണ്ണന്റെ അടുത്തുണ്ടാവണം. അതെ കണ്ണനാണ് എനിക്ക് കൈ പിടിച്ചു തരണ്ടേ. വേളെന്നാ സമയായില്ലേ? അവളും കൂടി വരട്ടെ ചോദിക്കാം നിക്ക്.
സമ്മതമാണോ ഇല്ലേ ദൈവത്തിന്റെ പുത്രന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊണ്ടുപോകും. ഇവൻ ഊമയാടാ പൊട്ട, ഇവൻ സംസാരിക്കൂല. ഞാനാ സംസാരിക്കണ്ട അവന്റെ മകനോ. ചെറുക്കൻ ഊമയാ, ചെറുക്കൻ ഊമയാ, ചെറുക്കൻ ഊമയാ, കണ്ണാപ്പി ആയിരിക്കും ചെറുക്കൻ ഊമയാ ചേട്ടാ. ഊമ 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 എന്താണിത് പോലീസൊക്കെ ആയിട്ട് കണ്ണ് ചുമന്നിരിക്കണോ? ആരുടെ ചെറുക്കന്റെ? അത് ഞാൻ പറഞ്ഞായിരുന്നു, ഉറക്കം കളയല്ലേ. അവള് താലി താലി എടുക്കുന്ന സമയത്ത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യണം. അവനെ വാക്കിനെ കുത്താൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്ന് നിന്നേ. ഹലോ ഹലോ, അവള് താലി നീ അല്ലേ കെട്ടുന്ന അവളെ? അല്ല, അപ്പൊ നീ എന്താ അവളെ കെട്ടാത്ത? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? കണ്ണാപ്പി ഞാൻ അവനെ റാഞ്ചിട്ട് ഒരു പോക്കങ്ങ് പോകും. കയ്യിലിരിക്കുവേ. നീ വണ്ടി എടുത്ത് കയറി വിട്ടോ. ബോബോയ് ഹായ്. ഞാൻ അവനൊരു കുത്തിയിട്ട് ഞാനൊരു പോക്കങ്ങ് പോവേ. നിനക്ക് അവളെ ഇഷ്ടാണെങ്കിലേ ഏത് സ്റ്റേഷനിൽ കയറിയിട്ടാണേലും എന്താ ഇഷ്ടല്ലേ? അപ്പൊ ഞാൻ ഏത് സ്റ്റേഷനിൽ കയറിയിട്ടാണേലും നിനക്ക് ഞാൻ അവളെ നേടിത്തരൂടാ. ചെറുക്കം മാറി മേരി, അതൊന്നും അല്ല ചെറുക്ക, അത് അപരാധി. അതല്ല പയ്യൻ, ചെറുക്കനതൊന്നും അല്ല. അത് മറ്റേ കല്യാണം കൂടാൻ വന്ന പയ്യന. അവൻ ചത്തുപോയില്ല. ചെറുക്കനെന്തിയപ്പോ ചെറുക്കനെന്തിന്ന് ഇത് ചോദിക്കാനും പറയാണ്ട് വന്നിട്ട് ചെയ്തതാണ് ചേട്ടാ. ഇത് ചെയ്യാൻ പറ്റില്ല, ഇത് ശരിയല്ല ചേട്ടാ. പാവല്ലേ അവൻ, കൊല്ലാൻ പറ്റില്ല ചേട്ടാ. അവനാ തോന്നുന്നു കേട്ടാ. ചെക്കൻ മന്ദര ചെക്കൻ ഇതാണോടാ? ഇതാണോടാ മന്ദര ചെക്കൻ? ഈ ചത്ത കിടക്കുന്ന കല്യാണ ചെക്കൻ ആണോ? ഒരു കൺഗ്രാറ്റ്സ് പറയണേ മനാഫ്രോ. ഞാൻ കണ്ടില്ല, ചാറ്റ് കണ്ടില്ല, ചാറ്റ് വായിച്ചില്ല. മെറ്റ വരുന്നോണ്ട് ഞാൻ ചാറ്റ് ഒന്ന് ഇതാക്കി വെച്ചായിരുന്നു, ഞാൻ വായിച്ചില്ല കേട്ടാ. താങ്ക് യു സോ മച്ച് പറഞ്ഞേ. 7.29 റമീസേ ബ്രോ, താങ്ക് യു സോ മച്ച് പറഞ്ഞേ. ഇത് റമീസ്, നമ്മുടെ റമീസ് അല്ലേ? റമീസേ കുട്ടാ, താങ്ക് യു സോ മച്ച് പറഞ്ഞേ. 222 രൂപ സൂപ്പർ ചാറ്റ്. മോമ്മ നീ എസ്കേപ്പ് ആയ ബാബായി കൊണ്ടു. കല്യാണ ചെക്കൻ എന്തിനാടാ കൊന്നത്? അപ്പൊ അവർക്ക് മനസ്സിലായില്ലേ കണ്ണാ നിനക്ക് വിഷമമുണ്ട്. ചേടാ ഇതിപ്പോ കല്യാണം കൂടി അങ്ങ് നമ്മള് പോവായിരുന്നു വേണ്ടത് മാസത്തില്. എന്താടി കണ്ണാ കേക്കുന്നുണ്ടാ? നീ എന്താ വിചാരിച്ചേ? ബസ്സിന് കല്ലെറിഞ്ഞും ഇവിടെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന കുറെ ആമ്പിള്ളാരുണ്ട്. ഇവന്മാർക്കൊക്കെ ഒരു വീക്ക്നെസ് ഉണ്ട്. എന്താണെന്നറിയാവോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ബ്രേക്കപ്പ് ആയപ്പോഴും പറയുന്ന ഈ ഡയലോഗ് നിങ്ങൾ എന്താ കുടുംബസ്വത്തായിട്ട് എഴുതി വെച്ചേക്കുന്നാണോ? ഓരോരുത്തർ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പറയാൻ വേണ്ടി നിങ്ങളുടെ കുടുംബസ്വത്തിന് എഴുതി തന്നേക്കുന്നാണോ? ഇതിപ്പോ ഈ ചെറുക്കൻ ആവതില്ലാത്ത ചെറുക്കനെ പിടിച്ചോണ്ടോ കെട്ടാൻ വന്നേക്കുന്നേ? ഞങ്ങളെന്ന് അങ്ങോട്ട് പോട്ടെ. പോയിട്ടോ എല്ലാം കഴിഞ്ഞു. ഞാനൊരു കാര്യം കണ്ണൂടെ വെച്ചോട്ടെ, നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? ഞാൻ കല്യാണം കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ഈ കിടക്കുന്ന അവന്റെ താലിയാണല്ലേ? കിടക്കുന്നേ അല്ല, ഇത് ഡയമണ്ട് നെക്ലസ് ഞാൻ മേടിച്ചതാ. എന്താടാ നീ പറഞ്ഞേ? ബിരിയാണി ഒന്നുമില്ല ബ്രോ, കല്യാണം മുടങ്ങി, ചെക്കൻ മരിച്ചെടുക്കുന്നുണ്ട്. അപരാധി അവൻ. എന്താണ് ഞാൻ പിച്ചക്കാരനോ? 100 രൂപ അയച്ചു തരാൻ. ഹലോ, ഹിസ്റ്ററി. നീ എങ്ങോട്ട് ഓടുന്ന കണ്ണാ? സംസാരിക്കുന്നുണ്ട് ഇവിടെ. ഒന്നാം പ്രതി സന്തോഷായില്ലേ? നീ ഒന്നാം പ്രതി, ഞാൻ രണ്ടാം പ്രതി. ചോക്ലേറ്റ് മൂവിലെ ക്ലൈമാക്സ്. എന്താടി നീ സ്റ്റെപ്പിന് ചെറുക്കനെ നീ ഒപ്പിച്ച് വെച്ചേട്ടാ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്നെ ചെക്കനെ ഞാൻ കൊന്നു 5 കഷ്ണാക്കി കടലിൽ താഴ്ത്തി. ഇനി ആരെങ്കിലും ഉണ്ടോ?
ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഈ ചെക്കനെ കിട്ടിയ നിനക്കെന്താ? നീ കെട്ട്, നീ ആരോ കെട്ട്. നമുക്ക് രണ്ട് കാര്യം പറയണ്ട, അത് കേട്ടിട്ട് നീ അങ്ങ് പോക്കോ. വേണ്ട, കേക്കത്തില്ല. ഞാൻ കണ്ണനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചോട്ടെ. സംസാരിച്ചോ. കണ്ണാ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന നീ എന്തിനാ ഒരുപാടത്തേക്ക് സംസാരിച്ചേ? മാറി ഇരുന്നതോ വിഷമിച്ചതോ? എനിക്കെന്ത് വിഷമം? നീ കല്യാണം കഴിച്ചാൽ നിനക്കൊള്ളാം, മനസ്സിലായി? നീ കല്യാണം കഴിച്ചാൽ നിനക്കൊള്ളാം. പാട്ടം കയറത്ത ഞാൻ ഇട്ടുതരാം ഒരു പാട്ട്. ഇതിന്റെ ഡയലോഗ് പാട്ടുമായിട്ട് മാച്ച് ആവുന്നില്ല. ഇല്ലല്ലേ? അപ്പൊ പറഞ്ഞോ കുട്ടി സ്റ്റാർട്ട് ചെയ്തു. കുട്ടി സ്റ്റാർട്ട് ചെയ്തു നമുക്ക് മാസാവാം. സമ്മതിക്കൂല. പോരട്ടെ. ഒന്ന് തന്നെ കണ്ണനോട് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണ്ട. പയ്യൻ എന്തിനാ കുത്തിക്കൊന്നേ? ഇതെന്ത്? ഞാൻ കണ്ണൻ എന്ന് പറയുമ്പോ രണ്ടുപേര് വരുമോ? ഞാൻ പാട്ടിടാൻ എടാ വന്നാലും ഒരു മിനിറ്റ് ഇടാൻ വന്നാലും ഇപ്പൊ ഒരു പാട്ടിടാത്തൊരു സീനൊന്നുണ്ട്. പറഞ്ഞു കണ്ണാ, നീ എന്റെ കല്യാണം കൊളാക്കി. ഓ എടി, നീ എന്താ വിചാരിച്ചേ? എടി ആര് കൊളാക്കി? ബോബോയ് അറിയാതെ അവരെന്ത് കുത്തി? അവനെ കെട്ട്, പോയി കെട്ടടി. നീ എന്ത് വിചാരിച്ചേ? എനിക്കെന്താ ചെറുക്കൻ പാട്ട് ഡയലോഗ് കംപ്ലീറ്റ് ആയില്ല. നമ്മൾ പോയില്ലേ? പാട്ടത് പോസി ബാക്കി നമുക്ക് കാണിച്ചത് പറയാം. ഹലോ, അതെ. ഒന്ന് PD ഹാജരാവണം ഇപ്പൊ തന്നെ. നമ്മളിപ്പോ ഇവിടെ ഒരു കാര്യം സംസാരിക്കുമല്ലേ. ഇപ്പൊ അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ കാര്യം പറയാം. അവളെ പീടി കൊണ്ടുണ്ടോ? അങ്ങനെ അവളെ അങ്ങ് കൊണ്ടാൻ പറ്റുമെങ്കിൽ സാറങ്ങ് കൊണ്ടോ. നമ്മളൊന്ന് കാണട്ടെ. ഞാൻ ഇവനോട് അങ്ങനെ അങ്ങ് കൊണ്ടാൻ പറ്റുമെങ്കിൽ സാറൊന്ന് കൊണ്ടോ. സാറവളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ സാർ കൊണ്ടേക്കോ. സാറേ, ഒന്നാം പ്രതി നീ, രണ്ടാം പ്രതി നാന്, അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റൂല. നീ പള്ളി വെച്ചനാ? നീ ഒരു കാര്യം പറയാം. നമ്മുടെ കപ്പ് 5 കോടി അങ്ങോട്ട് തന്നത് ഓർമ്മയില്ല ചേട്ടാ, മറന്നുപോയാ? അങ്ങോട്ട് 5 കോടി തന്നത് ഓർമ്മയില്ലല്ലേ? കൊണ്ട് കാണിക്ക്. എന്തിനാ കൊണ്ടുപോണെന്ന് നമുക്ക് അറിയണല്ലോ. ഇവിടെ കോടതിയൊക്കെ ഉണ്ടല്ലോ. ഹാജരാവണമെങ്കിൽ അവൾക്ക് ടൈം കിട്ടുമ്പോ അവള് വന്ന് ഹാജരായിക്കോളും. അത് വിട് സാറേ, അത് വിട്. ഹാജരാവണമെങ്കിൽ അവള് വന്ന് ഹാജരായിക്കോളും. അതിന് ഇപ്പൊ തന്നെ ഹാജരാവണം, ഈ നിമിഷം ഹാജരാവണം. സാർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്റെ മേലുള്ള കുറ്റം എന്താണെന്ന് പറയൂ. കല്യാണ ചെക്കനെ കുത്തിക്കൊന്നു ഇവിടെ വെച്ചിട്ട്, അതാണ് കുറ്റോ. ഒന്നാം പ്രതി, രണ്ടാം പ്രതി ആണ്. അയ്യോ, എനിക്കറിയില്ല സാർ. കേസ് നമ്മള് പേരല്ലേ? സാറേ, ഞാനൊരു കാര്യം പറയട്ടെ? ഇതൊക്കെ പ്രാങ്ക് ആയിരുന്നു. അവന് എനിക്ക് കാരണം മത്തായിച്ചന്റെ മോൾ ചന്ദ്രികയാ. ഞാൻ പറയട്ടെ, ഇച്ചിരി മാസടിച്ച് നിക്ക്. നീ ഇങ്ങനെ പെണ്ണുങ്ങളുടെ നമ്മുടെ വില കളകളിൽ ഇച്ചിരി മസ്തടിച്ച് നിക്ക്. അവള് പോവും. മറ്റേ ഡയലോഗ് അടിച്ചാണ് ഇവിടെ എടുത്തോണ്ട് പോയാ. മറ്റേ ചോക്ലേറ്റിലെ അവസാനത്തെ ഡയലോഗ് പറഞ്ഞ് ഞാൻ അവളെ എടുത്തോണ്ട് പോട്ടെ. ചങ്ങനാശ്ശേരിക്കാരൻ ചന്ദ്രിക പറ്റുന്നത് മന്ദാര. പുറത്താണ് കാനരത്ത് അയൽ ആട് വെക്കാൻ നിന്നെ എന്നായിരുന്നു. ചെന്നെടുക്ക്. അപ്പൊ അവള് തുപ്പി എറിയും. കല്യാണം കഴിഞ്ഞോ? ബീവി പാത്തനും കൂടി പോകാണ്ടായിരുന്നല്ലോ. ഇഷ്ടമല്ലേ പാടിട്ടോ? എടാ, അപ്പൊ ഉള്ള ബീജി എടാ അത് മറ്റേ ചെസ്സിലൊരു ചോക്ലേറ്റിലൊരു പാട്ടാണ്. കല്യാണാണോ? ചങ്ങനാശ്ശേരിക്കാരാണ്. ഈ എല്ലാരും ഡിഫറെന്റ് എന്ന് പറയല്ലോ. എവരിത്തിങ് ഈസ് ക്രിഞ്ച് അണ്ടിൽ ഇറ്റ്സ് യുവർ ടേൺ. നാളെ ബോബോ ഇങ്ങനെ സെറ്റ് ആക്കാൻ നേരം ഞാൻ മാസം അടിക്കാൻ പറ അവൻ അടിക്കോളിയാ? ഇല്ല, ഞാൻ ഒരു പെണ്ണിനെ സെറ്റാക്കാൻ നോക്കുമ്പോ മാസടിക്ക് പറഞ്ഞു. അവള് പോകുന്നു, അവള് നീ ഇറങ്ങി ഓടി. നീല എവിടെയാടാ? നീല
എടാ കല്യാണ പെണ്ണ് ചാടിച്ചെത്തടാ. എടാ കല്യാണ പെണ്ണ് ചാടിച്ചെത്തടാ. കല്യാണ പെണ്ണ് ചാടിച്ചെത്തു വെള്ളത്തി അവളൊക്കെ ചാവട്ടെ നോക്കണ്ടേ. എടാ, അളിയ മന്ദാരം മന്ദാരം നിന്നെ ഡേസി കോൾ അടിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. എവിടെ വലിയ കാര്യായി ഒന്ന് തിരിച്ചു വിളിക്കോ എന്തോ ഇതാന്ന് തോന്നുന്നു. എന്താ മെസ്സേജ് അയക്കാൻ പറഞ്ഞായി അങ്ങനെ വിളിച്ച് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല എന്തോ ഒരു കാര്യം ചോദിക്കാനാണ്, അത്യാവശ്യമാണ്. കുട്ടി അങ്ങനെ ബിരിയാണി തരാണ്ട് ബിരിയാണി രക്ഷപ്പെടാൻ വിചാരിച്ചു. ഞങ്ങൾക്കൊക്കെ ബിരിയാണി കല്യാണ പെണ്ണായി കണ്ണാപ്പി നീ എന്തിനാണ് താഴെ പോകുന്നേ? ഓ ക്യാരി എടുക്കാം. എടാ നീ എന്തിനാടാ താഴെ പോകുന്നേ? എന്താ ലോറെ കാണിക്കുന്നേ? രാവട്ടല്ല വേറെ ആക്കരുത്. എന്തുപറ്റി കല്യാണം അല്ലിത് എന്തുപറ്റി? നിന്നെ ആർക്കും വേണ്ടെന്ന് പറഞ്ഞേ, എനിക്ക് വേണ്ടേ? അങ്ങടുത്തൊക്കെ ചാടിയ മതിയോ? എന്ത് പറ്റിയതാണ്? ദർശനം ഇല്ലെന്നോ? ദർശനം പോലാണോ നീ? ഏനോറാ നീ ഒരു നിമിഷം എന്നെ കുറിച്ച് ചിന്തിച്ചോ? നമ്മുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചോ നീ? എന്താടാ ചന്ദനമായ സീരിയലിന്റെ 2ാം വെർഷൻ ഇറങ്ങിയടാ. എനിക്ക് കാമുകയും പഴമൊന്നുമില്ല. നീ ചാടിച്ചത്തല്ല എങ്ങനാ? മയില് ഞാൻ തിരിച്ചു പൂച്ചേട്ടാ വർക്കോ